തലയും മുണ്ടവും വേറെ ആകുമ്പോഴും നുണ പറയണ്ട. ഈ ആധ്യാത്മികതയെ വിൽക്കുക എന്ന് പറയുന്നത് പെറ്റമ്മയെ വിൽക്കുന്നത് പോലെ കണ്ണ. ആധ്യാത്മികക്ക് കോഴ്സ് ഇല്ല കണ്ണ. ആധ്യാത്മികക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ല. നോ കോഴ്സ് നോ ഫീസ് കണ്ണ. ഗുരുദക്ഷിണ ഇല്ല. ഞാൻ ഗുരുവല്ല. ആത്മഹത്യ മഹാപാപമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മായ, ഏറ്റവും കൂടുതൽ കള്ളത്തരം, ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന മേഖലയാണ് സ്പിരിച്വാലിറ്റി. ആരെയും സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും ഹിംസാത്മകമായിട്ടുള്ള പണി ചെയ്യരുത്. ഞാൻ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴൊക്കെ എന്നെ സംതൃപ്തിപ്പെടുത്തിക്കൊള്ളുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കണം എന്ന് പറയുമ്പോൾ പിന്നെ ഈ ആശ്രമം കൊല്ലിയൂട്ടായി കണ്ണ. ഒരിക്കൽ ഗുരുകുലം ഉണ്ടായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ശ്വാസ മഹാവിജ്ഞാന രഹസ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു. ഞാൻ ഈ സ്ഥിതിയിൽ എത്തിയത് ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ സാധന ചെയ്യും, സത്യത്തിൽ ജീവിക്കുക, സത്യം പറയേ, അത് നീ നിന്റെ ആത്മാവിൽ അഭയം പ്രാപിക്കുക എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അമ്മ, ഈ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ആളുകൾ കൂടുതലും പറ്റിക്കപ്പെടുന്നത് പൈസയുടെ കാര്യത്തിലാണ്. അതായത് എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഈ സ്പിരിച്വൽ മേഖലയിലേക്ക് അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് ചിലപ്പോൾ കടന്നു വരുന്നത് തന്നെ അവരുടെ ദാരിദ്ര്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം കൊണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെ വരുന്ന ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഒരുപാട് വിഭാഗം ആളുകളുണ്ട്. ഇപ്പം കുണ്ടലിനി എനർജി തന്നെ ഇതിനെ പറ്റിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് ഈ എനർജി എല്ലാം ഉയർത്തി തരാം എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ആളുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും മോശം അവസ്ഥ കൊണ്ട് ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരെ സെക്ഷുവലി യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം നിങ്ങളുടെ പ്രേതമുണ്ട്, ഈ പ്രേതത്തെ മാറ്റണമെങ്കിൽ നിങ്ങൾ ഒരാളുടെ സെക്സിൽ ഏർപ്പെടണം, അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരെല്ലാം ഈ ഒരു മേഖലയിൽ ഉള്ള ആളുകളാണ്. അപ്പൊ ഇവരെല്ലാം തട്ടിപ്പല്ലേ ചെയ്യുന്നത്? യെസ്, അതെ. ഇപ്പൊ അതങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ കണ്ണ, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മായ, ഏറ്റവും കൂടുതൽ കള്ളത്തരം, ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന മേഖലയാണ് സ്പിരിച്വാലിറ്റി, ആത്മീയ മേഖല. എന്നുവെച്ചാൽ ആത്മീയ ആളുകളെ പറ്റിക്കപ്പെടുന്നതും ഇവിടെയാണ്. അതായത് സ്പിരിച്വലി ഉയർന്നു നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ആളുകളാണ് കൂടുതൽ ഇങ്ങനെയുള്ള ആളുകൾ. സ്പിരിച്വലി ഉയർന്നു നിൽക്കുന്ന ആളുകളെന്ന് ഈ വന്നവര് തെറ്റിദ്ധരിക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാ? സ്പിരിച്വലി ഉയർന്നു നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരുടെ ആചരണം, അവരുടെ ജീവിതം കൊണ്ട് അവർക്ക് മൂവ്മെന്റ് ആവശ്യമില്ല, അവർക്ക് ട്രസ്റ്റ് ആവശ്യമില്ല, അവർക്ക് 10 ആളെ കൂട്ടേണ്ട ആവശ്യമില്ല. അവർ ജീവിക്കേണ്ടത് അവർ ജീവിച്ചിട്ട് അവർക്ക് പറഞ്ഞു പോകും. ഈ ആധ്യാത്മികതയെ വിൽക്കുക എന്ന് പറയുന്നത് പെറ്റമ്മയെ വിൽക്കുന്നത് പോലെ കണ്ണ. ഈ ആത്മാവിനെ കുറിച്ചിട്ടുള്ള നോളജ് കൊടുക്കുക, ആത്മീയ പ്രഭാഷകരുണ്ടല്ലോ, അത് ജന്മാവകാശമാണേ. ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഇത് പറയുമെന്ന് പറഞ്ഞാൽ ഞാൻ ഫീസിന് വേണ്ടിയിട്ടോ പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ല. പക്ഷെ എനിക്ക് പലരും സഹായം ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ വേറെ ഒന്നും നമ്മൾ പ്രവർത്തിക്കുന്നില്ലാത്ത നമ്മുടെ ജീവിതം മുന്നോട്ടാണ് അറിഞ്ഞു തരുന്നത് സ്വീകരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടില്ല കണ്ണ. ഇതിന് പൈസ വേണം, ഇതിന് 10 രൂപ വേണം, 100 രൂപ വേണം, 1000 രൂപ വേണം. നോ കോഴ്സ് നോ ഫീസ് കണ്ണ. ഗുരുദക്ഷിണ ഇല്ല. ഞാൻ ഗുരുവല്ല. ഞാൻ അറിഞ്ഞ് ആചരിച്ചൊരു വ്യക്തിയാണ്. സോ അറിവിനെ പറഞ്ഞു തരുന്നത്. ഞാനൊരു മീഡിയംഷിപ്പ്, ഒരു നിമിത്തം, അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററാണ്. ഞാനൊരു പണിയായുധം മാത്രമാണ് ഈ വിശ്വകല്യാണത്തിൻ്റെ. സോ ആ ഒരു തിരിച്ചറിവോട് കൂടി എന്താ വെച്ചാൽ എനിക്ക് സംതൃപ്തിയാണ്. എന്തായാലും ഞാൻ സംതൃപ്തമാണ്. അപ്പോൾ എനിക്കൊരു സങ്കടമില്ല. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് ബിസിനസ് വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് കണ്ണ. കോഴ്സ്, ആധ്യാത്മികക്ക് കോഴ്സ് ഇല്ല കണ്ണ. ആധ്യാത്മികക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ എൻ്റെ ആത്മസ്ഥിതിയിൽ ഞാൻ എത്രയധികം ദിവ്യമായിട്ടുള്ള സ്ഥിരത്വം സാധിച്ചിട്ടുണ്ട്. എൻ്റെ ബുദ്ധിയെ ഞാൻ എത്രയധികം ശുദ്ധീകരിച്ചിട്ടുണ്ട്. എൻ്റെ അവലക്ഷണങ്ങളെ ഞാൻ എത്രയധികം സുലക്ഷണങ്ങളാക്കിയിട്ടുണ്ട്. എൻ്റെ ദുർഗുണങ്ങളെ സുഗുണങ്ങളാക്കിയിട്ടുണ്ടോ, എൻ്റെ കുസംസ്കാരങ്ങളെ സംസ്കരിച്ച് സുസംസ്കാരങ്ങളാക്കിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് മറ്റൊരു വ്യക്തിക്ക് അറിയാൻ പറ്റില്ല, എന്നെ അളക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഏത് സമയം ഞാൻ മായയിൽ പെടാം. എന്റെ സാധന കുറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അന്തരംഗം വീണ്ടും മലിനമാവാം. ഒരാൾ സ്പിരിച്വലി ഉയർന്നതാണോ അല്ലയോ നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല. ആരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ പറ്റില്ല കണ്ണ. അഭിനയിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. സോ അതുകൊണ്ടാണ് ഇതിന് പ്രത്യേക വേഷഭൂഷാദികൾ ആവശ്യമില്ല എന്ന് ഗുരു പഠിപ്പിച്ചത്. അതായത് കാഷായ വസ്ത്രം ധരിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു രുദ്രാക്ഷ മാലകൾ ധരിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് ഭസ്മം ഇട്ടത് കൊണ്ടോ ഒരിക്കലും ഒരു വ്യക്തി സ്പിരിച്വൽ ആയിട്ട് ഔന്നത്യം പ്രാപിച്ചവനല്ല. ആ വ്യക്തിയുടെ ആചരണാത്മക ജീവിത വിധിവിധാനങ്ങൾ, ആ വ്യക്തി എത്രയധികം സത്യസന്ധതയാണ്, ആ വ്യക്തി ആരെങ്കിലും സംതൃപ്തിപ്പെടുത്താനോ സന്തോഷിപ്പിക്കാനോ വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്, ആ വിശ്വസിച്ച ധർമ്മത്തിലാണോ ആ വ്യക്തി ജീവിക്കുന്നത്, ആ വ്യക്തിയുടെ ജീവിതം കണ്ടാൽ മനസ്സിലാവാൻ കണ്ട. ഇതിനൊരിക്കലും വിൽക്കരുത്. എൻ്റെ അടുത്തേക്ക് എന്ന് കണ്ണ ആശ്രമങ്ങളുണ്ട്. ഇപ്പോൾ ആശ്രമങ്ങൾ എന്തിനായിരിക്കണം? എൻ്റെ അടുത്തേക്ക് എന്നെ ആശ്രയിക്കാം, അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ചിട്ടൊരു വ്യക്തി വരുമ്പോൾ ഉടനെ തന്നെ ഞാൻ ഈ സ്ഥിതിയിൽ എത്തിയത് ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് ഈ സാധന ചെയ്യും, സത്യത്തിൽ ജീവിക്കുക, സത്യം പറയേ, തലയും മുണ്ടവും വേറെ ആകുമ്പോഴും നുണ പറയണ്ട.
ധർമ്മത്തെ വിട്ടിട്ട് ഒരു കളിയും കളിക്കണ്ട. ആരെയും സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും ഹിംസാത്മകമായിട്ടുള്ള പണി ചെയ്യരുത്. ഇങ്ങനെ നീ ജീവിച്ചാൽ നിന്നെ പ്രകൃതി ഏറ്റെടുക്കും. നിന്റെ ആത്മാവിലാണ് നീ അഭയം പ്രാപിക്കേണ്ടത്. നിന്നെയാണ് നീ ആശ്രയിക്കേണ്ടത്. നിന്റെ ഉള്ളിലുള്ള സത്യത്തെയും ധർമ്മത്തെയും അഹിംസ എന്ന ശക്തിയാണ് നീ അഭയം പ്രാപിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത ആദ്യത്തെ വരവിൽ തന്നെ നമ്മൾ സ്വർണ്ണത്താക്കോൽ കൊടുത്ത് വിടണം കണ്ണ. ആശ്രമം ആക്കി കഴിഞ്ഞ് അവർ കൊണ്ടുവരുന്നതെല്ലാം, അല്ലെങ്കിൽ അവരെ വിശ്വസിപ്പിക്കുക, ഞാൻ ഏതോ ആനത്തലയാണ്, എനിക്കെല്ലാം അറിയാം, നിങ്ങൾക്കൊന്നും അറിയില്ല, ഞാൻ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴൊക്കെ എന്നെ സംതൃപ്തിപ്പെടുത്തിക്കൊള്ളുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കണം എന്ന് പറയുമ്പോൾ പിന്നെ ഈ ആശ്രമം പൊല്യൂട്ടായി കണ്ണ. ആശ്രമത്തിൽ ഇരിക്കുന്ന വ്യക്തി തന്നെ ദിവ്യമായിട്ടുള്ള പവിത്ര തിരിച്ചറിവുകളോട് കൂടിയിട്ട് നമ്മുടെ അടുത്തേക്ക് ഒരു വ്യക്തി വരുമ്പോൾ അതിനുള്ളൊരു പരിസ്ഥിതി ഏർപ്പാടാക്കാനാ. അവർക്ക് ആശ്രയം കൊടുത്തു പോരുത്. അവർ ആശ്രയം കൊടുത്തുവെങ്കിൽ ആ വ്യക്തിയിൽ എത്ര അശുദ്ധമുണ്ടോ, ഏതൊക്കെ ഗുണങ്ങളാണോ ഉള്ളത്, സാങ്കത്യ ദോഷം വരും, പൊല്യൂട്ടാവും. ആ വ്യക്തി നമ്മളുമായിട്ട് സാങ്കത്യം ചെയ്തു തുടങ്ങും കണ്ണ. വ്യക്തിയുടെ ബുദ്ധിയും പ്രവൃത്തിയും അവരുടെ സംസ്കാരവും ജന്മസംസ്കാരവും ഒക്കെ സാങ്കത്യം ചെയ്യുന്നവരും നമുക്ക് കണക്ട് ആവും. നമ്മളുടെ ദിവ്യത്വത്തിൽ നിന്ന് പോലും നമ്മൾ പൊല്യൂട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നോ വ്യക്തി സാങ്കത്യം, ഓൺലി ശക്തി സാങ്കത്യം എന്ന് VMC പഠിപ്പിക്കുന്നത്. നീ നിന്റെ വീട്ടിലിരുന്ന് ധ്യാനം ചെയ്യ്. നിന്റെ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും ബാധ്യതകളെല്ലാം നോക്കി നിനക്കായി, നിന്നെ ഉദ്ധരിക്കാനായി നിനക്ക് സമയം കണ്ടെത്ത്. പുറത്തു പോയിട്ടല്ല, പുറത്ത് എങ്ങോട്ടും പോയിട്ട് ഇതിനായിട്ട് പോകണ്ട, 1 രൂപ പോലും ഫീസ് വേണ്ട, ഇതിനായിട്ട് നീ എങ്ങോട്ടും ഓടി പോയണ്ട. നിന്റെ വീട്ടിൽ ഗൃഹസ്ഥാശ്രമിയായിട്ട് ചെയ്യുക. നിന്റെ ഗൃഹം തന്നെയാണ് ആശ്രമം. ഇങ്ങനെ ഓരോ ആശ്രമത്തിലുള്ള വ്യക്തിയും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീടും സ്വർഗമാവും. അല്ല, നമ്മൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് അത്രയും മോശമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇവർക്ക് ഇതിനെ പറ്റിയൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ആയിരിക്കും. അങ്ങനെയുള്ള സ്റ്റേജിൽ ഒരാൾ ആവശ്യമല്ലേ? ഏത് ആവശ്യമാണ്? ആ ആവശ്യം തന്നെ നമ്മളുടെ, ഇപ്പം ഞാനൊരു സാധന ചെയ്ത് പവിത്രമായ തിരിച്ചറിവുകളുള്ള ഒരു ശക്തി എന്നെ നയിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിലേക്ക് വാക്കുകളിലൂടെയും ആ വ്യക്തിയെ വിശ്വസിപ്പിക്കുവാനും ആ വ്യക്തിയെ തിരുത്തുവാനുള്ള കഴിവ് ഒരൊറ്റ സാങ്കത്യത്തിലൂടെ ലഭിക്കും. എന്നുവെച്ചാൽ സത്യം പരിപൂർണമായിട്ട് ബോധിപ്പിക്കണം. നീ അവിടെ നിന്ന് വിട്ടു പോരേണ്ടതല്ല. നീ നിന്റെ കടം വീട്ടാനായിട്ട് ഒരു മാലയിൽ കോർത്ത മുല്ലമുട്ടുകൾ പോലെ ആ കുടുംബത്തിൽ നീ നിന്റെ കടം വീട്ടാൻ വേണ്ടി ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, മാതാപിതാക്കൾ, ആ ഒരു കർമാസമായിട്ടാണ് നീ വന്നിട്ടുള്ളത്. അവിടെ ഇരുന്നു കൊണ്ട് വേണം കണ്ണാ നീ സാധിക്കാൻ എന്ന് പറഞ്ഞ് പിന്നെ നീ വരുന്നത്, നീ അത് ആചരിച്ചുകൊണ്ട് നിനക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്ടോ, വന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും അറിഞ്ഞു പോ. നന്ദി പറയാനായിട്ട് രണ്ടാമത് നമ്മളെ കാണാൻ വരാൻ പാടും. മാഷേ, നമ്മുടെ അടുത്തേക്ക് ഒന്ന് നീ സമർപ്പിക്കുന്ന നിന്റെ സമയത്തെ, നിന്റെ സമ്പത്തിനെ സദ്വിനിയോഗം ചെയ്യും. നിന്റെ കണ്ണുകളിൽ ആർക്കാവശ്യം വരുന്നോ അവർക്ക് പകർന്നു കൊടുക്കുക. നിന്റെ ചെവിയിൽ എന്ത് കേട്ടോ അവർക്ക് പകർന്നു കൊടുക്കുക. എനിക്ക് തരാനായിട്ട് വരണ്ട. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഹയർ ഡിറ്റാച്ച്മെന്റ് പഠിപ്പിക്കണം സാർ. എന്താ വെച്ചാൽ നീ നിന്റെ ശക്തിയുമായിട്ടാണ് സാങ്കത്യം ചെയ്യേണ്ടത്. നിന്റെ കർമ്മങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കുടുംബകർമ്മങ്ങളാണ്, അതിൽ നിന്ന് വേണം വിജയിക്കാൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് പയനം കിടക്കരുത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും ലഭിക്കില്ല. നീ സാധിക്കേണ്ടത് നിന്റെ വീട്ടിലിരുന്നു കൊണ്ട്. എന്നുവെച്ചാൽ അതാണ് പരീക്ഷ. അവരാണ് ടെസ്റ്റേഴ്സ്. ഭാര്യ, ഭർത്താവ്, മക്കള്, മാതാപിതാക്കൾ, അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, നാത്തൂന്, ആ പരിസ്ഥിതികൾ, അതാണ് നിന്റെ ടെസ്റ്റേഴ്സ്. അവരാണ് നിന്റെ യഥാർത്ഥ ഗുരുക്കന്മാർ. അവരെ എസ്കേപ്പ് ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ വീണ്ടും നീ അവിടേക്ക് പോകുമ്പോൾ നിനക്കത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ ഇരുന്നു കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനെ തന്നെ മാറ്റിമറിക്കാൻ നിനക്ക് പറ്റും. ആ അനുഭവം അത് നീ നിന്റെ ആത്മാവിൽ അഭയം പ്രാപിക്കുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരെന്തെങ്കിലും ഹൃദയപൂർവ്വം നന്ദിയോട് കൂടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും തിരിച്ചറിവ് തന്നതിന് എന്ത് തന്നാലും അവരുടെ കടം നമ്മൾ കൊടുത്തതാണ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ പൂർവ്വജന്മത്തിൽ കൊടുത്തത് കൊണ്ട് നമുക്കത് പലിശ സഹിതം കിട്ടുന്നു, അത്രയേ ഉള്ളൂ. അത് എന്താണെങ്കിലും, സ്നേഹമാണെങ്കിലും എന്ത് വസ്തുവാണെങ്കിലും പൈസയാണെങ്കിലും അത് ആ കടം വീട്ടാനായിട്ട് മാത്രമേ സ്വീകരിക്കാൻ പാടൂ. ഒരു ലിമിറ്റേഷനോ അല്ലെങ്കിൽ ഇത്ര വേണമെന്നോ ഒന്നും പറയാൻ പാടില്ല. അവരെന്താണോ അറിഞ്ഞു തന്നത് ഹൃദയപൂർവ്വം നന്ദിയോടെ അതേ സ്വീകരിക്കാൻ പാടൂ. ഒരു കാര്യം നിബന്ധനകൾ വെക്കാൻ പാടില്ല. സോ നീ നിന്റെ വീട്ടിലിരിക്കുന്നു പറയാതെ നീ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നോ എന്ന് പറയുമ്പോഴാണ് നമുക്ക് തലവേദനയാണ് മാഷേ. അത് നമ്മളും ആധ്യാത്മിക സാധനയിൽ ഉയരില്ല. എന്താ വെച്ചാൽ ഈ വ്യക്തികളുടെ ഒക്കെ തോട്ട് പ്രോസസ്സ് നമ്മളെ കണക്ട് ആവും. ഈ വ്യക്തികൾക്ക് ചിലപ്പോൾ പല പല ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ടും വരേണ്ടാവുക. പക്ഷെ ധ്യാനത്തിനായിട്ട് ധ്യാനം ചെയ്യേണ്ടത് ചെയ്താൽ കിട്ടേണ്ടത് കിട്ടും. ഭൗതികമായിട്ടുള്ള ഒരു ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടും ധ്യാനം ചെയ്യരുത്. അത് ചെയ്തു കഴിഞ്ഞാൽ ആ ഭൗതികമായിട്ടുള്ള കാര്യം നിനക്ക് സാധിക്കും.
പക്ഷെ അതിൻ്റെ ഒപ്പം അതിൻ്റെ കോൺസിക്വൻസസും കൂടി നീ വരും. എന്താ വെച്ചാൽ അത് ആകർഷിക്കുമ്പോൾ നീ അതിനായിട്ട് ഈ തോട്ട് പവറിന് അല്ലെങ്കിൽ മഹാപരിശൂന്യത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഡിവൈൻ എനർജിയോ ആയിട്ട് അതിനെ കണക്ട് ചെയ്യുമ്പോൾ അത് നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളും കൂടി നിന്റെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് ചെയ്യേണ്ടത് ചെയ്താൽ കിട്ടേണ്ടത് കിട്ടും. നീ ധ്യാനം ചെയ്യാനായിട്ട് ധ്യാനത്തിനായി ധ്യാനം ചെയ്യുന്നു മാത്രം പഠിപ്പിച്ച ഒന്നല്ല, എല്ലാതും നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി. ഇത് തന്നെയാണോ കർമ്മസിദ്ധാന്തം? കർമ്മസിദ്ധാന്തം ഇതല്ല. കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത് അത് വേറെ. നമ്മുടെ കർമ്മത്തിനനുസരിച്ച് ഇപ്പം ഞാൻ വേദനിക്കുന്നു, ഞാനൊരു രോഗം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു കഷ്ടം നഷ്ടം മക്കളെ കൊണ്ട്, ഭർത്താവിനെ കൊണ്ട്, മാതാപിതാക്കളെ കൊണ്ട്, പരിസ്ഥിതികളെ കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഓഫീസിലെ സബോർഡിനേറ്റ്സ്, കൊളീഗ്സ്, സുപ്പീരിയർ ഓഫീസേഴ്സ്, സോ ഇവരെ കൊണ്ടൊക്കെ ഞാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അല്ലെങ്കിൽ എത്ര പഠിച്ചിട്ടും എനിക്ക് സ്കോളർഷിപ്പ് കിട്ടുന്ന അത്രയും പഠിപ്പ് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് 10,000 രൂപയുടെ ഉള്ളിലുള്ള ജോലിയാണ് കിട്ടുന്നുള്ളൂ. എനിക്ക് 2 ലക്ഷം രൂപയുടെ പഠിപ്പുണ്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. എന്ത് പ്രയത്നിച്ചാലും എനിക്ക് അഭിവൃദ്ധിയില്ല. എങ്കിലെല്ലാം കർമാനുസാരമാണെന്നർത്ഥം. അപ്പോൾ നമ്മൾ ഭഗവാൻ പറഞ്ഞ പോലെ നീ എന്താണോ ഇന്ന് അനുഭവിക്കുന്നത് അത് നീ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ അനുഭവത്തെ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ അനുഭവങ്ങളിലൂടെ ആ മറ്റുള്ളവർക്ക് കൊടുത്ത വേദനാജനകമായിട്ടുള്ള അനുഭവം സ്വാനുഭവത്തിൽ കൊണ്ടുവന്ന് ബാലൻസ് ഷീറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻസിനെ, ഈ വ്യക്തികളെ നീ ക്രിയേറ്റ് ചെയ്ത് അവരുടെ കൈയും കാലും പിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ജസ്റ്റ് ആക്സെപ്റ്റ്. അത് നീ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ദിവ്യമായിട്ടുള്ള ദിവ്യാത്മസ്വരൂപരിലൂടെ, ദിവ്യസാങ്കത്യത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. ഇത് പഠിപ്പിക്കാൻ നമുക്ക് ആരുമില്ല. ലാ ഓഫ് കർമ്മ പഠിപ്പിക്കാൻ ഒരു കോളേജസും ഇല്ല. പക്ഷേ ഓരോ സ്കൂൾസിലും 3 വയസ്സ് മുതൽ ഏത് കർമ്മം, ഏതാണ് ധർമ്മം, ഏതാണ് കർമ്മം, ഏത് കർമ്മമാണ് ചെയ്യേണ്ടത്, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, എങ്ങനെ ചിന്തിക്കണം, എന്ത് ചിന്തിക്കണം, എത്ര വരെ ചിന്തിക്കണം, എന്ത് ഭക്ഷിക്കണം, എല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ നിന്റെ ധർമ്മത്തെ, നിന്റെ കർമ്മത്തെ, ഇതെല്ലാം നിന്റെ ജന്മ പരമ്പരകളിലേക്ക് നിന്നെ കൊണ്ടുപോകും. ഇതിങ്ങനെ ചെയ്യാതാൽ ഇത് ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ചെയ്ത് കഴിഞ്ഞതിന് അനന്തരഫലം കോൺസിക്വൻസസ് ഇങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചില്ല. നമ്മളെ പഠിപ്പിച്ചത് മുഴുവൻ ഡോക്ടർ ആവാനോ, എഞ്ചിനീയർ ആവാനോ, ടീച്ചർ ആവാനോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാൻ, പൈസ സമ്പാദിക്കാൻ. ഈ വയറ്റിപ്പഴപ്പിനുള്ള പഠിപ്പ് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഈ ഭൂമിയിലേക്ക് വരണ്ട ഇനി ജന്മരാഹിത്യത്തിന് വേണ്ടി ഒരാളും ഒന്നും പഠിപ്പിച്ചില്ല. ഒരിക്കൽ ഗുരുകുലം ഉണ്ടായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ശ്വാസവിദ്യ, മഹാവിജ്ഞാന രഹസ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു, ജന്മ പരമ്പരകളെ കുറിച്ച് പഠിപ്പിച്ചിരുന്നു, പുനർജന്മ സിദ്ധാന്തം, അതേപോലെ മരണ അനന്തര ജീവിതം, ആത്മവിദ്യ, ആത്മാവിനെ കുറിച്ച്, മഹാവിജ്ഞാന ശാസ്ത്രത്തെക്കുറിച്ച്. ഇന്ന് ആത്മാവ് എന്ന് പറഞ്ഞാൽ പ്രേതമാക്കി മാറ്റി കഴിഞ്ഞു. ആത്മാവെന്ന് പറഞ്ഞാൽ പ്രേതം, അത്രയേ ഉള്ളൂ. ആത്മാവും പ്രേതവും രണ്ടാണ്. ആത്മാവ് എന്ന് പറയുന്നത് ഈ ബോഡി, ഈ ശരീരം ധരിച്ചത് സോള്, സ്പിരിറ്റ്. ഇതൊക്കെ സ്പിരിച്വൽ നോളജ് അല്ലേ കണ്ണ? സ്പിരിച്വൽ നോളജ്. അത് സ്പിരിറ്റിനെ സംബന്ധിച്ചത്. സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താ? ആത്മാവ് തന്നെയാണ്, ഈ ദേഹം ധരിച്ചത് സ്പിരിറ്റ്. അപ്പോൾ ഈ പ്രേതം എന്ന് പറയുന്നത് അലഞ്ഞു നടക്കുന്ന എനർജീസിനെയൊക്കെ നമ്മൾ പ്രേതമെന്ന് വിളിക്കാറുണ്ട്. ഇപ്പോൾ ആത്മഹത്യ ചെയ്തവന് അവർക്ക് പെട്ടെന്ന് അതിനെ നേരിടാൻ പറ്റാതെ, ആ ഒരു പരീക്ഷണത്തെ നേരിടാൻ പറ്റാതെ, ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ പറ്റാതെ, അതായത് പേടിച്ചിട്ട്, അല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള ശക്തിയില്ലാതെ നമ്മൾ എസ്കേപ്പ് ചെയ്ത ഉന്നത തലങ്ങളിലേക്ക്, ആത്മതലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അവർ ഈ ഭൂമിയിൽ പഠിക്കാനുള്ള പാഠം, പരീക്ഷ എഴുതാനായിട്ട് വന്നതാ. അതിനെ ഫേസ് ചെയ്തത്, അതിനെ അധിഗമിച്ചുള്ള സ്ഥിതിന് ഉന്നത സ്ഥിതിയിലേക്ക് ജന്മം എടുക്കാൻ വേണ്ടി അതിസഹജമായിട്ടുള്ള കാര്യമാണ് സംഭവിക്കേണ്ടത്. ആത്മഹത്യ മഹാപാപമാണ്.